ഹലോ ഗായ്സ്. അപ്പം നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡ്രീമേഴ്സ് അല്ലേ, നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി PG നോട്ടിഫിക്കേഷൻസ് വന്നു. അഡ്മിഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീസും വിളിക്കുന്നുണ്ട്. നമ്മളുടെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ എവിടെയൊക്കെ ഉള്ളത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോഴാണ് പെപ്പിൻ്റെ PG അപ്ഡേറ്റ് സീരീസ് നമ്മൾക്ക് ഓരോ യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സുകളും ഒക്കെ പരിചയപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് മീ സൈദ് ഷഹീർ ഫ്രം പെപ്പ് ലേണിംഗ്. അപ്പോൾ എല്ലാവർക്കും പെപ്പിൻ്റെ PG അപ്ഡേറ്റ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, PG കോഴ്സുകൾ ഏതൊക്കെയാണ്, എലിജിബിലിറ്റീസ്, അഡ്മിഷൻ പ്രോസസ്സ്, ഫീസ് സ്ട്രക്ചറൊക്കെ ഒന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അല്ലേ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ വീഡിയോ നമ്മുടെ പെപ്പിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ എന്തായാലും കയറി നോക്കുക. ഓരോന്നിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ മിസ്സാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പെപ്പിൻ്റെ PG മിഷൻ അപ്ഡേറ്റ് ഗ്രൂപ്പുകളുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഏതായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അധികം ദൂരത്തൊന്നും പോകാൻ പറ്റില്ല, വിടില്ല എന്നൊക്കെയുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. കൽബുറാഗി, പഴയ ഗുൽബർഗ എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ പേരുകളൊക്കെ ഇങ്ങനെ മാറ്റുക എന്നുള്ളതൊരു രസമല്ലേ. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് ഇപ്പോൾ കൽബുറാഗി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ വിസിറ്റ് ചെയ്ത ക്യാമ്പസുകളിൽ ഒന്നാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. നല്ല രസമാണ്. നമ്മളെ ഈ ഒരു പച്ചപ്പൊക്കെ ഉള്ള സമയത്ത് കുറച്ചുകൂടി രസമാണ്, അല്ലെങ്കിൽ കുറച്ചൊരു വരണ്ടൊക്കെ കിടക്കണ പോലെയൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ ഏതായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലുള്ള കോഴ്സുകൾ നമുക്ക് നോക്കാം. അഡ്മിഷൻ പ്രോസസ്സ് വിളിച്ചിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് പറ്റും, അഡ്മിഷൻ 2025 എന്ന് പറയുന്ന ഒരു കോർണർ ഈ ഒരു അറ്റത്തുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് നേരെ അഡ്മിഷൻ പ്രോസസ്സ് കിട്ടുന്ന പേജിലേക്ക് പോകാൻ പറ്റും. അവിടെ നമ്മളെ CUT PG സമർത്ത് പോർട്ടലിൻ്റെ ലിങ്കുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്കുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആദ്യമായിട്ടൊന്ന് നോക്കാം. കോഴ്സുകൾ നിങ്ങൾ ഇവിടുന്ന് തന്നെ ഒന്ന് കോഴ്സ് നോക്കുക. കാരണം അവരുടെ പ്രോസ്പെക്ട്സ് അത്ര ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ ഭയങ്കര ഒരു ഓവർ ക്രൗഡഡ് ആണ്. അപ്പോൾ കോഴ്സുകൾ ഇവിടെ നിന്ന് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, ആ കോഴ്സുകൾ പറയുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, രജിസ്ട്രേഷൻ ഫീ വരുന്നത് 500 രൂപയാണ്. OBC ജനറൽ കാറ്റഗറി EWSനൊക്കെ വരുന്നത്. അതുപോലെ തന്നെ SC ST കാറ്റഗറിക്കൊക്കെ വരുന്നത് 100 രൂപയാണ് വരുന്നത് ഫീസ് വരുന്നത് കേട്ടോ. ഇനി നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ എന്നാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 10-ാം തീയതിയാണേ, ജൂൺ 10. മറന്നോ അല്ലേ? കാരണം നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യേണ്ട യൂണിവേഴ്സിറ്റികളൊന്നാണ് CUK. ഓക്കെ, അപ്പോൾ 10-ാം തീയതിയാണ് നമ്മളെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പബ്ലിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് 10-ാം തീയതി തന്നെ അന്ന് തന്നെ അനൗൺസ് ചെയ്യും, രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ്. അപ്പം മനസ്സിലാവും എത്ര ആൾക്കാർ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഗ്രീവിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ 11-ാം തീയതി 10-ൻ്റെ 11-ൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസാണ് അവരിവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. നമ്മളെ ഫോട്ടോ വേണം, ആസ് യൂഷ്വൽ 10th പ്ലസ് 2, അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ കാറ്റഗറി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അതുപോലെ തന്നെ അണ്ടർടേക്കിംഗ് ഏതെങ്കിലും നമ്മൾ സബ്മിറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ അണ്ടർടേക്കിംഗ് ഫോമും വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിവിടെ ഉള്ള കോഴ്സുകളെ നോക്കാം. കാരണം ഞാനത് പറയാൻ കാരണം പ്രോസ്പെക്ട്സിൽ നിങ്ങൾ അങ്ങനെ നോക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് കോഴ്സുകൾ ചെയ്താൽ, അപ്പോൾ പിന്നെ ബാക്കി കാണണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കണോ എന്നുള്ളതൊക്കെ നോക്കാമല്ലോ. MA ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, ലിംഗ്വിസ്റ്റിക്, ഇത്രയാണ് ലാംഗ്വേജ് കോഴ്സുകൾ. അപ്പോൾ MA ഇംഗ്ലീഷൊക്കെ നോക്കുന്ന നമ്മളെ പിള്ളേർക്ക് നോക്കാവുന്നതാണ്. MA എക്കണോമിക്സ് ഉണ്ട്. അതുപോലെ MSW കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. MSW അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റാണ്. MSc സൈക്കോളജി അല്ലേ, നമ്മളെ റൊമേറ്റ് ജോൺ സാറൊക്കെ ഉള്ള MSc സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ MSc ജിയോഗ്രഫി, MSc ജിയോളജി, MCOM, MSc മാത്തമാറ്റിക്സ്, MSc ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ MBA ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റും ഉണ്ട്. അതല്ലാത്ത MBA പ്രോഗ്രാമും ഉണ്ട്. പിന്നെ MA ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി, MA ഫോക്ക് സ്റ്റോറിക്സ് ആൻഡ് ട്രൈബൽ സ്റ്റഡീസ്, അങ്ങനെ ചില MTech പ്രോഗ്രാമുകളുണ്ട്. പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, LLM, MCA, ലൈഫ് സയൻസ്, BEd, MEd, MPA കോഴ്സുകളും MCOM കോഴ്സുകളുമാണ് ഉള്ളത്. അപ്പം 30 PG പ്രോഗ്രാമുകളാണ് നമുക്ക് നമുക്ക് CUKയിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ നമുക്ക്
എന്തിലുള്ളത് കൊടുക്കാൻ സാധിക്കുക. നമുക്കിനി പ്രോസ്പെക്ട്സും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലേ. പ്രോസ്പെക്ട്സ് ഇതാ നല്ല കളർ ഡിസൈനൊക്കെ ഉണ്ട്, നല്ല രസമുള്ള പ്രോസ്പെക്ട്സ് ആണ്. ഓക്കെ, പിന്നെ നോക്കാം അല്ലേ. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നമുക്ക് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ എന്താണ് വിസിറ്ററായിട്ടും ഫോട്ടോ ഒക്കെ കാണാൻ സാധിക്കും. ഏതായാലും ജസ്റ്റ് നമുക്ക് എത്തിപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇവിടെ എത്തുക, ബൈ എയറിലാണെങ്കിലും ബൈ റെയിലാണെങ്കിലും ബൈ റോഡാണെങ്കിലൊക്കെ എങ്ങനെയാണ് എത്തുക എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. പിന്നെ ആദ്യഘട്ടത്തിൽ CUT-യുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഇവർ പറയുന്നത്. PhD-യുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം എന്താണ് UG പ്രോഗ്രാമുകൾ പറയുന്നുണ്ട്. പിന്നെ PG പ്രോഗ്രാം നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതിനി വീണ്ടും പറയേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, എല്ലാ PG പ്രോഗ്രാമുകളും ഇവരുടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഈ ഇവരുടെ പ്രോസ്പെക്ട്സ് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഒരു കൺജസ്റ്റഡ്, എല്ലാ ഇൻഫർമേഷനും കൂടി കുത്തിക്കയറ്റിയതുപോലെ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ് ഓരോന്നിൻ്റെ ഈ എലിജിബിലിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. MCA-യുടെ അതായത് PG പ്രോഗ്രാമുകളുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, MA ഇംഗ്ലീഷിൻ്റെ എലിജിബിലിറ്റി. ഓക്കെ, അതുപോലെ തന്നെ സീറ്റിൻ്റെ എണ്ണമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. MA കന്നഡ, എക്കണോമിക്സ്, MSc സൈക്കോളജി 30+3 സീറ്റ് ഉണ്ട്. ടു ബി ചെക്ക്ഡ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സും കൂടി ഉണ്ടാവും. അപ്പോൾ ആ ഇൻ്റഗ്രേറ്റഡ് കോഴ്സും കൂടി നോക്കിയിട്ടാണ് ഫൈനൽ സീറ്റുകൾ പൊതുവേ ഇടാറ്. MSc ജിയോളജി, MCOM എല്ലാത്തിലുള്ള എന്താണ് സ്പെഷ്യലൈസേഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ ചോദിക്കും സൈക്കോളജിയിൽ ആർക്കൊക്കെ പറ്റും എന്നുള്ളത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ എന്താണ് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. MSW ഉണ്ടെങ്കിലും അതേപോലെ തന്നെ കേട്ടോ. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഓരോന്നിൻ്റെയും എന്താണ് എലിജിബിലിറ്റീസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. MBA-ൻ്റെ എലിജിബിലിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സീറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. MA ഇംഗ്ലീഷിൻ്റെ എലിജിബിലിറ്റി ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം യൂണിവേഴ്സിറ്റി കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് പോവാം. ഇതിലേതെങ്കിലും യൂണിവേഴ്സിറ്റിൻ്റെ വേണമെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട്, ഞാൻ അതിനാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്, എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ടൊന്ന് നോക്കാം. ഏതെങ്കിലും കോഴ്സിൻ്റെതുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ റിസർവേഷൻ കാറ്റഗറീസൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫീസ് സ്ട്രക്ചർ അല്ലേ, നോക്കൂ, ഞാൻ പറഞ്ഞത് ശരിയാണോ? നിങ്ങളെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഒരു പ്രോസ്പെക്ട്സ് കണ്ടാൽ നമുക്കൊരു മജ്ജല്ല. ഓക്കെ, ഏതായാലും എല്ലാ പ്രോഗ്രാമിൻ്റെയും PG പ്രോഗ്രാമുകളുടെ ഫീസ് ഇവിടെ ഇവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം MA ഇംഗ്ലീഷ്, MA ഹിന്ദി, നിങ്ങൾ ഏതാണോ നോക്കുന്നത് അതൊന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ പേരും ചോദിക്കുന്നത് MSc സൈക്കോളജി. ഓക്കെ, ഇപ്പോൾ MSc സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഫീസ് വരുന്നത് ഇതാ, ടോട്ടൽ ഫീസ് ഓഡ് സെമസ്റ്റർ ടോട്ടൽ വരുന്നത് ഈ ഒരു കോളത്തിലാണ്. എത്രയാണ് വരുന്നത്? 17,500 ഫീസ് വരുന്നത് കേട്ടോ. ഈ ഒരു നോക്കിയാൽ മതി എന്താണ് ഓഡ് സെമസ്റ്ററിൻ്റെ ഫീസ് എത്രയാണ് വരുന്നത് എന്നുള്ളത്. 17,500 ഫീസ് വരുന്നത്. കൃത്യമായിട്ട് ഇവർ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ട്സും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടും. ഓക്കെ, ഏകദേശം ഫീസൊക്കെ വരുന്നത് ആ ഒരു ലെവലിലാണ് കേട്ടോ. 17,500 കുറേ PG പ്രോഗ്രാം ഉണ്ട്. 14,500, 17,500 പല PG പ്രോഗ്രാമിൻ്റെയും കോഴ്സ് ഫീസ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തുമ്പോൾ ഉള്ളതും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. പിന്നെ അവർ ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്പെഷ്യലൈസേഷൻസ്, ഫാക്കൽറ്റീസിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് ഈ ഒരു പ്രോസ്പെക്ട്സിൽ കാണുന്നത്. ആൻഡ് ലാസ്റ്റ് നമുക്കുള്ള ഫോർമാറ്റുകൾ, ഓരോ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് പ്രോസ്പെക്ട്സിൻ്റെ ഫോർമാറ്റുകൾ എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മളെ പേജിലേക്ക് പോകും. അവിടെ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക, CUT ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഈ ഒരു ഇതും കൊടുത്താൽ പാസ്വേഡ് OTP വരും. പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക, പാസ്വേഡ് ഓർമ്മിച്ച് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യാം. ശേഷം എന്താണ് പേയ്മെൻറ്റ് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ അവർ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വെബ്സൈറ്റ് ഈ ഒരു സമത്വ പോർട്ടലിലൂടെയൊക്കെയാണ് വരിക. അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക നിങ്ങൾക്ക് ഇവിടുന്ന് പോയി വരാനും അതുപോലെ തന്നെ എന്താണ് സൗത്ത് ഇന്ത്യയിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിയർ ബൈ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കർണാടക, തമിഴ്നാട്, RGNIVD, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ളൊരു കുറച്ച് ഓപ്ഷനുകളാണ് ഉള്ളത്. അപ്പം ഏതായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ നിങ്ങൾ നോക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം.
ദാറ്റ്സ് ഓൾ. ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇൻഫർമേഷൻ കിട്ടുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.